നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെസ്സ് കളിക്കുന്ന സമയത്ത് ക്യാസ്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കിങ് സുരക്ഷിതമാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ക്യാസ്ലിംഗ് ചെയ്ത കിങ്ങിന് 2 or 3 സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുക. മറ്റ് സ്ക്വയറുകൾ സ്വന്തം കരുക്കളാലോ അല്ലെങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ കരുക്കളാലോ നീക്കം നടത്തുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുകയില്ല. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റിൻ്റെ കിങ് മറ്റു കരുക്കളുടെ സംരക്ഷണമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് ഇരിക്കുന്ന പൊസിഷനിൽ സ്വന്തം കരുക്കളുടെ സംരക്ഷണമുണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ്ങിന് വൈറ്റിൻ്റെ കരുക്കളുടെ ആക്രമണം വളരെ പെട്ടെന്ന് വരാവുന്ന ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോർണർ സ്ക്വയറിൽ വെച്ച് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സിമ്പിളാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ കോർണർ സ്ക്വയറിൽ വെച്ച് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്യൂൺ ടേക്സ് h6 ചെക്ക്. ഒരു ക്യൂൺ സാക്രിഫൈസ് നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിന് ഒരു ചെക്ക് നൽകുന്നു. ജി ടേക്സ് h6, റൂക്ക് ടേക്സ് h6 ചെക്ക്. കിങ് g7, കെ g7 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് h7 ചെക്ക്. റൂക്ക് h7 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് കെ g6 എന്ന ഒരു നീക്കം മാത്രമാണ് നടത്തുവാൻ സാധിക്കുന്നത്. കിങ് g6, ബിഷപ്പ് d3 ചെക്ക്. ബിഷപ്പ് d3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുകയും ആ സമയം ഒരു ചെക്ക് നൽകുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കിങ് g5, റൂക്ക് h5 ചെക്ക്. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുവാൻ സാധിക്കുന്നു. കിങ് f4, റൂക്ക് f1 ചെക്ക്. കിങ് e3, കെ e3 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ ആക്രമിക്കുവാൻ കിങ്ങിന് സാധിക്കുന്നു. റൂക്ക് f3 ചെക്ക്. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുകയും ബിഷപ്പിനെ സംരക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കിങ് d4, വൈറ്റിൻ്റെ കരുക്കൾ ഉപയോഗിച്ചുകൊണ്ട് h8-ൽ ഇരിക്കുന്ന കിങ്ങിനെ d4 എന്ന സ്ക്വയറിലെത്തിക്കുവാൻ സാധിച്ചിരിക്കുന്നു. കിങ് d2, റൂക്ക് f4 എന്നൊരു നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കുക എന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. ക്യൂൻ ടേക്സ് f6, ഇ ടേക്സ് f6, പോൺ e5 എന്ന നീക്കം നടത്തിക്കൊണ്ട് f4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ബ്ലാക്ക് ഏറ്റെടുക്കുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു വൈറ്റ് നടത്തിയിട്ടുള്ളത്. എന്തായിരുന്നു ആ നീക്കം എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. റൂക്ക് f4 ചെക്ക്. വൈറ്റ് ഒരു റൂക്ക് സാക്രിഫൈസ് കൂടി നടത്തുന്നു. ഇ ടേക്സ് f4, റൂക്ക് d5 ചെക്ക്. വളരെ രസകരമായ ഒരു പൊസിഷനായിരുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.